Hi friends, Assalamu alaikum. Welcome to my channel. അപ്പോൾ ഇന്ന് പച്ചരി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു ക്രീമിയായ ഒരു പുഡിംഗാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് അരക്കപ്പ് പച്ചരി ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് അതിന് പാകത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കാം. അരയ്ക്ക് കണക്കായിട്ടുള്ള പാലൊഴിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇടാം. ഇത് പോരാ, പച്ചരിയുടെ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വേണ്ടി വരും. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പച്ചരിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈയെടുക്കാതെ ഇളക്കണം. പച്ചരി ആയതുകൊണ്ട് തന്നെ അത് കട്ടയിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു
1/4 കപ്പും അതിൽ 1 സ്പൂൺ അധികം ഉണ്ടാവും, അത് ഒഴിച്ചെടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഇപ്പോൾ ഈ മിക്സ് കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ഈ മിക്സ് നന്നായിട്ട് കുറുകി വന്നു. ഇതിന് ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഓഫാക്കാം. ഇനി ഒരു സെർവിങ് ബോളിലേക്ക് ഈ പുഡിംഗ് മിക്സ് നമുക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരമൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിന്. വേറെ ഒന്നുമല്ല, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്ത് കാരമൽ ആകാനായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു അലുമിനിയം ഫോയിലിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം.
അപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊന്ന് സെറ്റായ പുഡിങ്ങിലേക്ക് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഐഡിയ പോലെ ചെയ്താൽ മതി, ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതൊന്നുകൂടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. കുറച്ചുകൂടി വെച്ചാൽ നല്ല ഒരു കട്ടിയായിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിതൊരു അരമണിക്കൂറെങ്ങാനാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ ഇത് ഒരു കട്ടിയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.